ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് യെറ്റ് അനദർ ട്രാവൽ സീരീസ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ലാസ്റ്റ് ടൈം മലേഷ്യ പോയി കഴിഞ്ഞിട്ട് പിന്നെ ഇപ്പോഴാണ് അവസരം കിട്ടിയത്. എന്ത് ചെയ്യാൻ, വർക്കൊക്കെ ആയിപ്പോയില്ലേ. അപ്പം ഞങ്ങൾ പോകുന്നത്, ഞങ്ങൾ എന്ന് പറയുമ്പോൾ ആരൊക്കെ? ഞങ്ങൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ ഇത്തവണ. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും മാത്രം ഒരു സോളോ അല്ല, ഡുവൽ ട്രിപ്പ് അടിക്കാൻ പോവുക. ഒരു കപ്പിൾ ട്രിപ്പ് അടിക്കാൻ പോവുകയാണ്. അതും ഇൻ്റർനാഷണൽ അല്ല, നമ്മുടെ നാഷണലിൽ പിടിച്ചു. എന്തിനാ, നമ്മൾ ലോക്കലും പിടിക്കണം, വളരെ നല്ലതാണല്ലോ. അപ്പോൾ ഞങ്ങൾ ജയ്പൂർക്കാണ് പോകുന്നത്. ജയ്പൂർ ഉദയ്പൂർ പാക്കേജാണ്. അത് ബഡ്ജറ്റ് ഹോളിഡേ സെറ്റ് ചെയ്തതാണ്. ബാക്കി ഡീറ്റെയിൽസ് എല്ലാം പുകെ പറയുന്നതാണ്. അപ്പോൾ ഇപ്പോൾ ഞങ്ങൾ സിയാലിലാണ്, കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ടിലാണ്. ചെക്ക് ഇൻ ചെയ്തു, ബോർഡിംഗ് പാസ്സൊക്കെ കിട്ടി. ഞങ്ങളിങ്ങനെ ഗേറ്റിൻ്റെ അവിടെ ഇരിക്കുവാണ്. അതിൻ്റെ ഫോർമാലിറ്റീസ് ഒന്നും ചെയ്തില്ല, ബിക്കോസ് ആകെ മൊത്തം റഷായിരിക്കുമല്ലോ ഒബ്വിയസ്ലി. അപ്പോൾ ഇനി എൻ്റെ ഒരു ഇൻട്രോ ഞാൻ പുതിയത് ഉണ്ടാക്കി വെച്ച്, മറ്റേ എൻ്റെ ഫോട്ടോ മാത്രമുള്ളത്. ഇപ്പോഴും എൻ്റെ ഫോട്ടോ ഒക്കെ തന്നെയാണ്. ചെറിയ രീതിയിൽ കുറച്ച് എഡിറ്റിംഗ് സ്കിൽസ് ഒക്കെ വെച്ചിട്ട് ഞാൻ ഒരു സാധനം അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് നിങ്ങൾ കാണുമ്പോഴേക്കും ഞാൻ നേരെ ജയ്പൂർ എത്തുന്നതായിരിക്കും. അങ്ങനെ ഡേ 1 സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. ഇത്തവണ 5 ഡേയ്സിൻ്റെ ട്രിപ്പ് ആയതുകൊണ്ട് അങ്ങനെ പാർട്ട് ബൈ പാർട്ടായിരിക്കും ഞാൻ ചെയ്യുന്നത്. അപ്പം നാളെ നമുക്ക് ഡേ 1. നാളെ എന്ന് പറഞ്ഞപ്പോഴാണ്, ഇന്നിപ്പോൾ സമയം 9:05. സോ ഞങ്ങൾ അവിടെ ജയ്പൂരിൽ നാളെ, അതായത് ഇന്നിപ്പോൾ 24 ഡിസംബറാണ്, നാളെ 25 ഡിസംബർ ക്രിസ്മസിൻ്റെ അന്ന് രാവിലെ 9:45 ഞങ്ങൾ എത്തുന്നത്. 9:25 ഞങ്ങൾ എത്തുന്നത്. അപ്പോൾ ഡേ 1 അപ്പം സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ ഞാനൊരു ഇൻട്രോ തന്നേ ഉള്ളൂ, ബാക്കിയെല്ലാം നാളെ കാണാം. അപ്പോൾ നിങ്ങളിപ്പോൾ ഇൻട്രോ കാണ്. പെട്ടെന്ന് എത്തിയല്ലേ, എന്നാലും വിചാരിച്ചാലും നേരത്തെയാ. സോ ഗൈസ്, കാറി കയറി, അമ്മ ബാക്കിലുണ്ട്. ഞങ്ങൾ ജസ്റ്റ് മേക്കപ്പ് ഒക്കെ ഒന്ന് ടച്ചപ്പ് ചെയ്തു. 2-3 സ്ഥലങ്ങൾ കണ്ടിട്ടാണ് ഞങ്ങൾ ചെക്ക് ഇൻ ചെയ്യാൻ പോകുന്നത്. ആൻഡ് ഇത് ഞങ്ങളുടെ ഡ്രൈവറാണ്, ലോക്കൽ കോർഡിനേറ്റർ ഭവാനി. അപ്പോൾ ബഡ്ജറ്റ് ഹോളിഡേയ്സ് എല്ലാം സെറ്റാക്കി തന്നതാണ്. അപ്പോൾ നേരത്തെ കാണിച്ചൊരു സ്ഥലമില്ല, ഒരു വൈറ്റ് കളർ സാധനം, അത് ഇവിടെ മറ്റേ എയർപോർട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ കാണുന്ന ഒരു സംഭവമാണ്. അത് ഭയങ്കര എന്താ പറയുക, മറ്റേ ഈ അട്രാക്ഷൻ കാണിക്കാനായിട്ട്, വെൽക്കമിങ് ആയിട്ട് ഈ ഇടയ്ക്കെങ്ങാണ്ടോ സെറ്റ് ചെയ്ത സാധനമാണത്. അപ്പോൾ അത് ഇറങ്ങി കാണാനൊന്നുമില്ല, അവിടെ ഇങ്ങനെ കാണാനുള്ളൂ. അപ്പോൾ ഞങ്ങളിപ്പോൾ 2-3 സ്ഥലത്തേക്ക് പോകുന്നുണ്ട്. ഒരു സ്ഥലം മാത്രം എനിക്കറിയാം, അത് അവിടെ ചെന്നിട്ട് ഞാൻ പറയാം. അപ്പോൾ ഇത്തവണ ജസ്റ്റ് കൂടുതലും പ്ലേസസും പിന്നെ കുറച്ച് ഡാൻസൊക്കെ കളിക്കാനും ഒക്കെ പ്ലാൻസ് ഉണ്ട്. നടക്കുമോ ഇല്ലയോ എന്ന് അറിയത്തില്ല, ഏതായാലും കാണാം. ഗൈസ്, ഞങ്ങളുടെ ഫസ്റ്റ് ലൊക്കേഷൻ പത്രിക ഗേറ്റ് ഇസ് ദ പ്ലേസ്. ഞാൻ സ്റ്റിക്കൊക്കെ വാങ്ങിച്ച്, അപ്പോൾ സ്റ്റിക്കിലൂടെയാണ് ഇന്നത്തെ കാര്യങ്ങളെല്ലാം. ഇത് രാജസ്ഥാൻ ന്യൂസ് പേപ്പറിൻ്റെ ഇത് സംഭവമായിട്ടാണ് ഇങ്ങനെ പത്രിക തന്നെ, ആ അർത്ഥം തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. ഗേറ്റ് ആണ്, പ്രത്യേകിച്ചൊന്നുമില്ല, ഉള്ളിലെ ഗാർഡനാണ്. അപ്പോൾ ഞങ്ങളോട് ജസ്റ്റ് ഒന്ന് ചെക്ക് ഔട്ട് ചെയ്യാൻ പറഞ്ഞു. ഞങ്ങളുടെ ഷെയ്ഡ്സൊക്കെ എങ്ങനെയുണ്ട്? പുതിയതാ. ഞങ്ങളുടെ പഴയതൊക്കെ ഞങ്ങളെടുത്ത് കാട്ടിക്കൊണ്ട് കളഞ്ഞ് ഞങ്ങളിപ്പോൾ പുതിയതൊക്കെ ന്യൂ വെർഷനായി മാറിയിരിക്കുകയാണ് ഞങ്ങൾ. അപ്പോൾ കാണാം, വാ. ടെക്നിക്കലി വെയിലുണ്ടെങ്കിലും തണുപ്പുണ്ട്. നല്ല സൂര്യപ്രകാശം. വെയിലുണ്ടെങ്കിലും തണുപ്പുണ്ട്, അല്ലേ? വെയിലുണ്ടെങ്കിലും തണുപ്പുണ്ട്. നല്ലൊരു പ്ലസൻറ്റ് ക്ലൈമറ്റാണ്. അതായത് അങ്ങനെ തണുപ്പല്ല, ഒരു ചെറിയൊരു തണുത്ത കാറ്റ് വീശുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ ചലിക്കുകയാണ്. പത്രിക ഗേറ്റ് ഇസ് ഓവർ.
നെക്സ്റ്റ് ഇനി എന്താ പരിപാടി എന്നുള്ളത് ചോദിക്കട്ടെ. പുള്ളിക്കാരൻ്റെ പേര് ഭവാനി എന്നാണ്. കൊള്ളാം, നൈസാണ്. രാജസ്ഥാൻകാരൻ തന്നെയാണ് പുള്ളിക്കാരൻ. ഇവിടുന്ന് 135 കിലോമീറ്റർ അപ്പുറത്താണ് പുള്ളിക്കാരൻ്റെ സ്വന്തം വീട്. പക്ഷേ ജയ്പൂർ തന്നെ പുള്ളിക്കാരന് എന്താണ് ഭാര്യയും പിള്ളേരും ഒക്കെ ആയിട്ട് ഒരു വീടുണ്ട്. അപ്പോൾ ഞങ്ങൾ എന്നും ഡ്രോപ്പ് ചെയ്ത് തിരിച്ച് വീട്ടിൽ പോവും. പിറ്റേ ദിവസം രാവിലെ വന്ന് പിക്ക് ചെയ്യും. ഇതാണ് പുള്ളിക്കാരൻ. 29-ാം തീയതി വരെ പുള്ളിക്കാരനായിരിക്കും ഞങ്ങൾക്ക് കൂടെ സാരഥി ആയിട്ടുണ്ടാകുന്നത്. ഇതെല്ലാം സെറ്റാക്കി തന്നത് ബഡ്ജറ്റ് ഹോളിഡേയ്സാണ്. പ്രൊമോഷൻ്റെ മാത്രമായിട്ടുള്ള ലെവലിലല്ല ഞാനത് പറയണത്. ബിക്കോസ് അത്രയ്ക്ക് മനസ്സിന് ഇഷ്ടപ്പെട്ട ടീമാണ് എനിക്ക് ബഡ്ജറ്റ് ഹോളിഡേയ്സ്. അത് അമ്മയ്ക്കും അതെ. കാരണം ഞങ്ങളുടെ ബാലി ട്രിപ്പ് അതായിരുന്നു. ബാലി സമയത്ത് യൂട്യൂബില്ലാത്തതുകൊണ്ട് യൂട്യൂബിലൊന്നും ഇടാൻ പറ്റിയിട്ടില്ല. പക്ഷേ ബഡ്ജറ്റ് ഹോളിഡേയ്സ് അത്ര അടിപൊളിയായിട്ടാണ് കാര്യങ്ങൾ സെറ്റ് ചെയ്തത്, ഇഷ്ടപ്പെട്ടത്. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ നെക്സ്റ്റ് ടൈം വന്നപ്പോഴും അത് തന്നെ ഞങ്ങൾ അതിലേക്ക് തന്നെ ഞങ്ങൾ പോയതും. സോ ഗൈസ്, ഞങ്ങൾ ചെക്ക് ഇൻ ചെയ്തു. അപ്പോൾ ഫോർമാലിറ്റീസിൻ്റെ ഒക്കെ തിരക്കായതുകൊണ്ട് എനിക്ക് താഴെ അങ്ങനെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല, മറന്നുപോയി. അപ്പോൾ ഇതാണ് റൂം കാണിച്ചത്. ഇത് ഇവിടെ നിന്ന് കിട്ടിയ പ്രോപ്പർട്ടി അല്ല, ഞാൻ എൻ്റെ കൂടെ വന്ന പ്രോപ്പർട്ടിയാണ്. ഒരു ടേബിള്, കസേര, 2 ബെഡ്. ഞാൻ സ്പെസിഫിക്കലി പറഞ്ഞു ഈ 2 സെപ്പറേറ്റ് ബെഡ് വേണം, ഞാൻ ഇതിനെ എൻ്റെ കൂടെ കിടത്തില്ല എന്ന് ഞാൻ പറഞ്ഞ്. അതിന് വേണമെങ്കിൽ കാശ് വീശാന്ന് വരെ ഞാൻ പറഞ്ഞു. അതിനൊന്നല്ല കേട്ടോ. അവർ പറഞ്ഞു ഇത് റെഡിയാണ്, ഇപ്പോൾ ഇത് മതിയോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ ഫൈൻ. നമ്മൾ കപ്പിൾസ് അല്ലല്ലോ, നമ്മൾ മദർ ആൻഡ് ഡോട്ടർ ആണല്ലോ. പിന്നെ ടോയ്ലറ്റ് റീസണബിൾ ടോയ്ലറ്റാണ്, വൃത്തിയൊക്കെ ഉണ്ട്. നമ്മൾ വൃത്തിയാണ് നമ്മൾ നോക്കേണ്ടത്, നമ്മൾ ലക്ഷറി അല്ല, വൃത്തിയാണ് നോക്കേണ്ടത്. ഉറങ്ങാനും കുളിക്കാനും പറ്റുമെങ്കിൽ ഓക്കെ. ഇവിടെ ഒരു കണ്ണാടി ആക്ച്വലി വല്ല മൂലയ്ക്ക് കൊണ്ടായിട്ട് വെച്ചിരിക്കുന്നത്. പക്ഷെ കസേര ഇരുന്ന് മേക്കപ്പ് ചെയ്യാനൊക്കെ. കുളിച്ച് ഫ്രഷ്നപ്പൊക്കെ ആയി ഞങ്ങൾ ഡ്രസ്സൊക്കെ മാറിയിട്ട് ഇനി ലഞ്ച് കഴിക്കണം. ബ്രേക്ക്ഫാസ്റ്റ് ഞങ്ങൾ കഴിച്ചിട്ടില്ല, ബിക്കോസ് ഞങ്ങൾ വേണ്ടെന്ന് പറഞ്ഞു, വിശക്കുന്നുണ്ടല്ല. അപ്പോൾ ലഞ്ച് കഴിച്ചിട്ട് ഞങ്ങൾ അടുത്തടുത്ത സ്ഥലങ്ങളിൽ കാണാൻ പോവാണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് പ്ലേസ് കഴിഞ്ഞു. ഇനി ഏതൊക്കെ സ്ഥലങ്ങളെന്ന് എനിക്കറിയത്തില്ല. ഡേ 2ഉം ഡേ 1ഉം തമ്മിലുള്ള സ്ഥലങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഐ എം നോട്ട് ഷുവർ. ലഞ്ച് കഴിച്ച് കഴിഞ്ഞിട്ട് നമുക്കതാക്കാം. അപ്പോൾ ആദ്യം പോയി ഞങ്ങളൊന്ന് കുളിച്ച് റെഡി ആവട്ടെ. സോ ഗൈസ്, ഞങ്ങൾ ഫ്രഷ്നപ്പൊക്കെ ആയി കുളിച്ചു, ഡ്രസ്സൊക്കെ മാറി. ആൻഡ് ലുക്ക് വാട്ട് വി ബോത്ത് ആർ വെയറിങ്. മാച്ചി. ഈവൻ ഡ്രസ്സും അതെ, പാൻസും അതെ. കാണിച്ചു തരാം, വെയിറ്റ്. കണ്ടാ, ഞങ്ങൾ പാൻസ് മുതൽ ടോപ്സ് വരെ ഞങ്ങൾ മാച്ചിങ് ആണ്. ക്രിസ്മസ് അല്ലേ, അപ്പോൾ ഒരു റെഡി വൈബ് പിടിക്കാമെന്ന് വിചാരിച്ച്. അതുകൊണ്ട് ഞങ്ങൾ ഇന്ന് റെഡീസ് ആയിട്ടാണ് പോകാൻ പോകുന്നത്. അപ്പോൾ മാരി ക്രിസ്മസ് ഗായ്സ്. 25th ഡിസംബർ ആണല്ലോ. അപ്പോൾ ഞാനിപ്പോഴേ വിഷയമൊന്നും മാരി ക്രിസ്മസ്. എല്ലാം സെറ്റാണ്, എല്ലാം സെറ്റാണ്. ഇനി ഇറങ്ങുക എന്നൊരു കലാപരിപാടി മാത്രമേ ഉള്ളൂ. എന്നിട്ട് ഫസ്റ്റ് ഫുഡ്, ദെൻ ഓൺലി എനിത്തിങ് എൽസ്. ഓൺ ദ വേ കാണാം. സോ ഗൈസ്, കയറി ഞങ്ങൾ ഇനി ഫുഡ് കഴിക്കാനായിട്ട് പോകുകയാണ്. അത് കഴിഞ്ഞിട്ട് 2-3 സ്പോട്ട്സ് ഉണ്ട്. ഹവാ മഹൽ, ജന്തർ മന്ദർ, പിന്നെ എന്താണ് സിറ്റി പാലസ്, അങ്ങനെ കുറച്ച് സ്പോട്ട്സ് ഒക്കെ ഉണ്ട്. ഇതെല്ലാം കഴിയും. നമ്മളിപ്പോൾ കടന്നു പോകുന്നത് ഏറ്റവും തിരക്കുള്ള സ്ഥലത്താണ്. അതായത് എൻറ്റയർ സ്റ്റേറ്റ് വെച്ച് നോക്കുമ്പോൾ ഇവിടെയാണ് ഏറ്റവും തിരക്കുള്ള റോഡ്. കുറേ നേരമായി വിശക്കുന്നുണ്ട്. അമ്മ പാവം ഉറങ്ങി. കിട്ടുന്നുണ്ട്. ദിസ് ഇസ് ആക്ച്വലി രാജസ്ഥാൻ്റെ എന്താ പറയുക ട്രഡീഷണൽ ഫുഡാണ്. ദാൽ ബാട്ടി ചുർമ അങ്ങനെയാണ് ഇപ്പോൾ പറയുക. Hello, good afternoon. This is Rajasthani food. It's very delicious, authentic. Can you see? This breads. Breads add with you garlic chutney, gatta besan masala. Okay? Okay. And breads. Rajasthani balls is mashed, very soft and crunchy. Okay. Rajasthani bread. Okay. Is batik. And just making it sweet. Have a taste. vegetarian? Yeah, pure vegetarian. Taste. Normally.
Soft and crunchy. Ma'am? Little bit. And this besan curry. Mettha besan masala. Spoon and besan with gutta. Crunchy onion. Lemon. Little bit garlic chutney. Not spicy. Okay. And this pure deshi ghee. Sweet. As Okay. a churma. Separate. Use. Okay. Garnish. And this curry. നല്ലാന്ന് പറഞ്ഞാൽ പ്ലേറ്റിലേക്ക് എടുത്തിട്ട് ഫുഡ് കഴിക്കാം. ഗൈസ് ഇവിടുത്തെ ഫുഡ് കഴിച്ചു നല്ല അടിപൊളി ഫുഡായിരുന്നു. ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു, ഡിഫറെന്റ് ടേസ്റ്റ് ആയിരുന്നു. ലൈക്ക് നമ്മളെപ്പോഴും കഴിച്ചിരിക്കുന്ന നോർത്ത് ഇന്ത്യൻ ഡിഷസിന്റെ ഒരു മാതിരി ടേസ്റ്റ് അല്ലാതെ ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള ടേസ്റ്റ് ആയിരുന്നു. അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമായി, കാരണം പ്യോർ വെജിറ്റേറിയൻ ആയതുകൊണ്ട് അമ്മയ്ക്ക് വല്ലാതെ അങ്ങോട്ട് ഇഷ്ടപ്പെട്ടു അത്. സോ ഗൈസ് നല്ല വെയില് തുടങ്ങി. ഫുഡ് കഴിച്ച് ഞങ്ങളിപ്പോൾ നെക്സ്റ്റ് സ്പോട്ടിലേക്ക് വന്ന്, ഇത് സിറ്റി പാലസ്. ഇവിടെ ഇപ്പോഴും എന്താണ് കിങ് ഫാമിലി ഒക്കെ റോയൽ ഫാമിലീസ് ഇപ്പോഴും താമസിക്കുന്നുണ്ട് ഒരു പോർഷനിൽ. മറ്റേ പോർഷനാണ് വിസിറ്റബിൾ ആയിട്ടുള്ളത്. സോ ടിക്കറ്റ് എവിടെയാണ് തപ്പോ, വെയിറ്റ്. ടിക്കറ്റ് എടുത്തു. ഞങ്ങൾ ആക്ച്വലി റോയൽ സൈഡിലും കയറാൻ പെർമിഷൻ ഉണ്ട്, ബട്ട് കുറേ കൂടി എക്സ്ട്രാ ക്യാഷ് ആകും. അപ്പോൾ അത് ചെയ്യുന്നില്ല, ഞങ്ങൾ നോർമൽ മതിയെന്ന് വിചാരിച്ച്. അതുകൊണ്ട് ഇപ്പോൾ കയറാൻ പോവാം. We don't know where to go. അതാ ഇപ്പോഴത്തെ എൻ്റെ കറണ്ട് അവസ്ഥ. തെക്കോട്ട് പോകണോ വടക്കോട്ട് പോകണോ, എല്ലായിടത്തും എന്തൊക്കെയൊക്കെയോ ഉണ്ട്. നോക്കാം. ആ വിളക്ക് ലൈറ്റ് എന്ത് രസമല്ലേ കാണാൻ. സോ ബ്യൂട്ടിഫുൾ. ടയേർഡായി അല്ലേ? എത്ര ഏരിയ ആണല്ലേ, കുറേ. ഞങ്ങൾ ഒരു ഗേറ്റിൽ നിന്ന് അടുത്ത ഗേറ്റിലേക്ക്, അടുത്ത ഗേറ്റിൽ നിന്ന് അടുത്ത ഗേറ്റിലേക്ക്, അടുത്ത ഗേറ്റിൽ നിന്ന് അടുത്ത ഗേറ്റിലേക്ക്. അതും ഞങ്ങൾ കംപ്ലീറ്റ് ടിക്കറ്റ് എടുക്കാതെ തന്നെ ഇത്ര നടന്നു. അപ്പോൾ കംപ്ലീറ്റ് ടിക്കറ്റ് എടുത്തിരുന്നെങ്കിലോ രാവിലെ മുതൽ ഇറങ്ങി നടക്കേണ്ടി വന്നേനെ. കൊള്ളാം. എന്ന് മറ്റേ കുറേ എന്താ പറയുക, പണ്ട് ഇങ്ങനെ കൂട്ടുകുടുംബമൊക്കെ ആയിട്ട് താമസിക്കുമ്പോൾ ഒരു വീട് അവിടെ, ഒരു വീട് ഇവിടെ, ഒരു വീട് ഇവിടെ എന്നുള്ള ലെവലില്ലേ, അതുപോലെ തന്നെ ഒരു കോട്ട അവിടെ, ഒരു കോട്ട ഇവിടെ, ഒരു ചെറിയ വേറൊരു ചെറിയ കോട്ട അവിടെ, എല്ലാം ഇപ്പം മ്യൂസിയം ആയിട്ട് വെച്ചിരിക്കുകയാണ് ഇപ്പോൾ. അതാണ് സംഭവം. സോ ഗൈസ്, സിറ്റി പാലസ് വിട്ട് അവിടെ നിന്ന് ഞങ്ങൾ ജന്തർ മന്ദറിലേക്ക് വന്നു. നമ്മൾ ഹിസ്റ്ററി ടെക്സ്റ്റ് ബുക്സിൽ പഠിച്ചേക്കണ ജന്തർ മന്ദർ പഠിച്ചവർക്കറിയാം. ഞാൻ ഈ വാക്ക് കേട്ട നല്ല മറ്റേ നല്ല രസമുള്ള വാക്കല്ലേ ജന്തർ മന്ദർ. അതുകൊണ്ട് എനിക്ക് നല്ല ഓർമ്മയുള്ളതാണ്. ബട്ട് നോട്ട് നെസസറിലി എനിക്ക് അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ ഓർമ്മയില്ല. എന്നാൽ രണ്ടാമത് ഗൂഗിൾ ചെയ്യേണ്ടി വന്നു എനിക്ക്.
പഠിച്ചവർക്ക് അറിയാൻ പറ്റും, മറ്റേ സൂര്യൻ്റെ നിഴലൊക്കെ കണ്ടിട്ട് സമയം പറയണ സെറ്റപ്പൊക്കെ ഉണ്ടായിരുന്നു. ഇതിൻ്റെ ഇത് വെച്ചിട്ട് ആസ്ട്രോണോമിക്കൽ കാര്യങ്ങൾ വരെ പറയാൻ പറ്റുന്ന ഇതൊക്കെയാണ് എന്നൊക്കെയാണ്. ഐ ഡോണ്ട് നോ, ഏതായാലും നമുക്ക് കാണാം. യുനെസ്കോ ഹെറിറ്റേജ് സെൻ്റർ ആണിത്. ഭയങ്കര ഫേമസ് സംഭവമാണ്. വേൾഡ്സ് ലാർജസ്റ്റ് സൺഡയൽ എന്ന് വെച്ചാൽ മറ്റേ ഒരു സംഭവത്തിൻ്റെ നിഴലാണല്ലോ പതിയുമ്പോഴാണ് സമയം തന്നെ. ആ സാധനം ലോകത്തിലെ ഏറ്റവും ലാർജസ്റ്റ് ഉള്ളത് ഇവിടെയാണ്. അതിൻ്റെ യുനെസ്കോ ഹെറിറ്റേജ് സെൻ്ററൊക്കെ ആണിത്. എനിക്കൊന്നും കണ്ടിട്ട് മനസ്സിലാവുന്നില്ല. അവിടെ നിന്ന് ഇറങ്ങി ഞങ്ങൾ ഒന്നും മനസ്സിലാവാത്തതുകൊണ്ട് പിന്നെ അവിടെ നിന്നിട്ട് കാര്യമില്ലാത്തതുകൊണ്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. ഇപ്പോൾ ഞങ്ങൾ ഹവാമഹലിലേക്ക് നടക്കുവാണ്. ആക്ച്വലി ഹവാമഹലിൻ്റെ ഉൾഭാഗമാണ്, പുറകു ഭാഗമാണ്. ഹവാമഹൽ റോഡ് സൈഡിലാണ് ഇരിക്കുന്നത്. നമുക്കപ്പോൾ അതുകൊണ്ട് ഫ്രണ്ട് വ്യൂന്ന് ഫോട്ടോ എടുക്കൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ബിസിയസ്റ്റ് റോഡത്. അതുകൊണ്ട് തന്നെ നേരത്തെ കണ്ട വീഡിയോസൊക്കെ അത്രയൊക്കെ തന്നെ പറ്റുള്ളൂ. അതുകൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്ത് ബാക്ക് സൈഡിലേക്ക് വന്നു. ബാക്ക് സൈഡിൽ പൂരത്തിനുള്ള ആളുണ്ട്. ഇനി കയറണം. മേള് വരെ നമുക്ക് കയറാൻ പറ്റും. കയറാൻ പറ്റുന്നിടത്തോളം കയറാൻ പോവാണ് ഞങ്ങൾ. സോ ഗായ്സ്, ഞങ്ങൾ ഹവാമഹലിൽ നിന്ന് തിരിച്ച് കാറിലേക്ക് വന്നു. കാറിൽ കിടന്ന് ഞാൻ ഉറങ്ങി. നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. ഇന്നലെ രാത്രി ഉറക്കമൊന്നും ഞാൻ ഉറങ്ങിയിട്ടില്ല, തീരെ ഉറങ്ങിയിട്ടില്ല. ഒരു ലൈക്ക് 1/2 മണിക്കൂറോ 1 മണിക്കൂറൊക്കെ ഉറങ്ങിയിട്ടുള്ളൂ ഞാൻ. അപ്പോൾ നല്ല ഉറക്കമുള്ളതുകൊണ്ട് ഞാൻ അങ്ങോട്ട് കിടന്നുറങ്ങി. പിന്നെ ഇവിടെ വന്നു, ഫ്രഷ്നപ്പൊക്കെ ആയി ഡ്രസ്സൊക്കെ മാറിയിട്ട് നേരെ ഡിന്നർ കഴിക്കാൻ പോയി. ഡിന്നർ കഴിച്ചിട്ട് ഇനി വേറെ പരിപാടിയൊന്നുമില്ല, ഇനി ഉറക്കം തന്നെയാണ് പരിപാടി. അപ്പം നാളെ രാവിലെ നേരത്തെ എണീക്കണം. 8 മണിയാകുമ്പോൾ ബയ്യ വരും എന്നാണ് പറഞ്ഞത് പിക്ക് ചെയ്യാനായിട്ട്. നാളെ കുറച്ച് അധികം സ്പോർട്സ് കവർ ചെയ്യാനുണ്ട്. സോ അപ്പോൾ ഇന്ന് ഡേ 1 റാപ്പപ്പ് ചെയ്യാൻ പോവുകയാണ്. ഡേ 1 ചിലപ്പോൾ ഇച്ചിരി വലിയ വീഡിയോ ആവാനാ ചാൻസ്. എനിക്ക് ലക്ഷണം കണ്ടിട്ട് ഞാൻ മാക്സിമം കട്ട് ചെയ്യാൻ നോക്കും. കാരണം ജസ്റ്റ് ഫ്രം ദി ഫസ്റ്റ് മുതൽ വരുമല്ലോ, അതുകൊണ്ടാണ്. ബട്ട് നോ പ്രോബ്ലം, എന്താണെങ്കിലും ഞാൻ ഇടും. ഞാൻ ഇങ്ങനെയൊക്കെ തന്നെ എടുത്തുള്ളൂ. അപ്പോൾ ഗൈസ്, ബൈ, ഗുഡ് നൈറ്റ്. ഡേ 1 ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഡേ 2 ആയിട്ട് ഞാൻ നാളെ വരുന്നതായിരിക്കും. ഗുഡ് നൈറ്റ്.